ഹായ് ഗായ്സ്, ഞങ്ങൾ ഇന്ന് ഭക്തിമാർഗത്തിലൂടെ ചലിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ തലൂരുള്ള ജെറുസലം ധ്യാന കേന്ദ്രത്തിലാണ്. നമ്മുടെ സ്വന്തം ഡേവിസ് പട്ടത്തച്ഛനാണ് ഈ പരിപാടി നടത്തുന്നത്. അവിടെ ആത്മീയത നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ജെറുസലേം. എവിടെ നോക്കിയാലും നമുക്ക് പ്രാർത്ഥിക്കാനും ഒരു സമാധാനം കിട്ടുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്കും റോസൂനും തോന്നിയത്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു നല്ല വലിയൊരു കുരിശുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു രൂപമൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസമാണ്. നമ്മുടെ കർത്താവ് കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ച ഒരു ഇതൊക്കെ ഓർമ്മ വന്ന് അവിടെ നിന്ന് പ്രാർത്ഥിക്കാനൊക്കെ തോന്നും. അതുപോലെ തന്നെ കുരിശിൻ്റെ വഴിയൊക്കെ ഇവർ നല്ല ടൈലൊക്കെ ഇട്ട് നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് നടന്നു പോകാനുള്ള എല്ലാ സെറ്റപ്പുകളും ചെയ്തു തന്നിട്ടുണ്ട്. ഞങ്ങൾ രാവിലെയാണ് പോയത്. രാവിലെ പോയപ്പോൾ തന്നെ കിളികൾ പലതുണ്ടായിരുന്നു. നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു, തണുപ്പുണ്ടായിരുന്നു, അധികം വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇതാണ് ജെറുസലേം സെൻറ്ററിൻ്റെ പ്രധാന കവാടം. ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയാണ് മെയിനായിട്ട് ആരാധനയും എല്ലാ സംഭവങ്ങളും നടക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഇവിടെ ധ്യാനങ്ങളുണ്ട്. ഞാൻ ചെന്ന ദിവസം ഒരു വെള്ളിയാഴ്ച ആയിരുന്നു. അന്ന് അവിടെ ധ്യാനം ഉണ്ടായിരുന്നു. നിറച്ച ആൾക്കാരായിരുന്നു. ഞങ്ങളൊന്ന് കൂടാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങൾക്ക് സാങ്കേതിക കാരണങ്ങൾ മൂലം അവിടേക്ക് പോകാൻ പറ്റിയില്ല, ധ്യാനം കൂടാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഉറങ്ങുന്ന ഔസേപിതാവിൻ്റെ കുറച്ച് രൂപങ്ങളുള്ളൊരു പള്ളികളിൽ ഒന്നാണ് ജെറുസലേം ദേവാലയം. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് മരിയം മണ്ഡപത്തിലേക്കാണ്. ഇവിടെയാണ് പല വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പുകളും അതുപോലെ തന്നെ ലുത്തിനിയ തന്നെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മരിയം മണ്ഡപത്തിലേക്ക് ആദ്യം കയറുമ്പോൾ തന്നെ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ ഒരു രൂപമാണ് ഇവിടെ ഉള്ളത്. അവിടെ 4 ഭാഷയിൽ മാതാവിനോടുള്ള പ്രാർത്ഥന എഴുതി വെച്ചിട്ടുണ്ട്: മലയാളം, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ്. ഞങ്ങളത് വായിച്ചിട്ടാണ് അകത്തേക്ക് കടന്നത്. കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരിയം മണ്ഡപത്തിലേക്ക് നമുക്ക് മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല. വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും അവിടെ ബാൻ ചെയ്തേക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മരിയം മണ്ഡപത്തിൻ്റെ അകത്തുള്ള വിഷ്വൽസ് കിട്ടിയിട്ടില്ല. അത് നിങ്ങളെല്ലാവരും ഒരു വട്ടെങ്കിലും പോയി കാണേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ. മരിയം മണ്ഡപം കണ്ടു ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് അടുത്തുള്ളൊരു ചാപ്പലിലേക്കാണ്. വളരെ മനോഹരമായ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ആ ചാപ്പലിലേക്ക് ഞങ്ങൾ പതുക്കെ നടന്നു. അവിടെ ഉള്ളതെല്ലാം കണ്ടു വീക്ഷിച്ച് ഞങ്ങൾ അകത്തേക്ക് കടന്നു. ചാപ്പലിൻ്റെ അകത്ത് നമുക്കൊരു ആരാധനാലയമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി ഞങ്ങൾ കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അതുപോലെ തന്നെ അവിടെ ചാവറ കുര്യാക്കോസച്ചൻ്റെ ഒരു ആരാധനാലയമുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെയും കയറി. പക്ഷേ അത് അന്ന് ഓപ്പൺ അല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കത് അകഭാഗം കാണാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നില്ല. എന്നാലും പുറത്ത് നിന്ന് ചാവറച്ചനോട് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഇതാണ് വിയ മരിയെ. ഇവിടെയാണ് മാതാവിൻ്റെ 7 വ്യാകുലങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത്. അതിന് പുറത്തായിട്ട് റപ്പാൽ മാലാഖയുടെയും അതുപോലെ തന്നെ മിഖായേൽ മാലാഖയുടെയും ഒരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. ഇതിൽ റപ്പാൽ മാലാഖയുടെ പുറകിലായിട്ടാണ് നമ്മൾ കേടായ രൂപങ്ങൾ, കൊന്തകൾ, കാശുരൂപങ്ങൾ, പുസ്തകങ്ങളെല്ലാം കൊണ്ടുവയ്ക്കുക. ചാവറച്ചൻ്റെ ആരാധനാലയത്തിന് തൊട്ട് പുറകിലായിട്ട് തന്നെ മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആലയവും പണിതിട്ടുണ്ട്. അവിടേക്കും ഞങ്ങൾ പോയി. പരേതരുടെ പറുദീസ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അവിടെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു തിരുഹൃദയത്തിൻ്റെ ഒരു രൂപവും അതിന് മുകളിലായി ഒരു കുരിശും സ്ഥാപിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് വേളാങ്കണ്ണി മാതാവിൻ്റെ പ്രാർത്ഥനാലയത്തിലാണ്.
അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഒരു ആരാധനാലയം ഉണ്ടായിരുന്നു. അതിനുള്ളിൽ പ്രാർത്ഥനയും നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് കയറി ഞങ്ങൾ പ്രാർത്ഥന എത്തിച്ചതിന് ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അതിനുശേഷം അതിന് തൊട്ട് മുമ്പിലായിട്ട് ഒരു കാരുണ്യ നിലയമുണ്ട്. അവിടെയും ഒരു ആരാധനാലയമുണ്ട്. അവിടെ 5 തരം കരുണയും അതുപോലെ തന്നെ യേശുവിൻ്റെ 7 വ്യാകുലവും സ്ഥാപിച്ചിട്ടുണ്ട്. ഇതെല്ലാം സ്ഥാപിച്ചിരിക്കുന്നത് ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗാർഡനുള്ളിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നടന്ന് പ്രാർത്ഥിക്കാനും വിശ്രമിക്കാനും നല്ലൊരു മനോഹരമായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് ഇവിടെ അവർ ഒരുക്കിയിരിക്കുന്നത്. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാരുണ്യ നിലയത്തിലെ നമ്മുടെ ആരാധനാലയത്തിലേക്ക് നമ്മുടെ ഒരു സിസ്റ്റർ തിരുവോസ്തിയും വെഞ്ചരിച്ചു കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അത് കാണാനുള്ള ഭാഗ്യം കൂടെ ഞങ്ങൾക്ക് ലഭിച്ചു. അവസാനമായി 3 ആർക്കേഞ്ചൽസായ ഗബ്രിയേൽ, മിഖായേൽ, റഫായേൽ മാലാഖയുടെ അടുത്ത് പോയി പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങിയത്. വളരെ ഒരു മനോഹരമായിട്ടുള്ളൊരു ദിവസമായിരുന്നു ഞങ്ങൾക്കന്ന്.